ബിഗ് ബോസ് ലൈവിൽ ഓണാഘോഷത്തിൻ്റെ രണ്ടാമത്തെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. ഗാർഡൻ ഏരിയയിൽ 3 സ്റ്റാൻഡുകൾ ഉണ്ടാവും. വേട്ടക്കാരൻ്റെയും പുലിയുടെയും മാവേലിയുടെയും വസ്ത്രങ്ങൾ ഇടാൻ വേണ്ടിയുള്ളതായിരിക്കും ആ സ്റ്റാൻഡുകൾ. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഈ സ്റ്റാൻഡുകളിൽ വേഷവിധാനങ്ങൾ അണിയിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഇവയെ അണിയിക്കാനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം പണിപ്പുരയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ ടീമിൽ നിന്നും ഒരാൾക്ക് മാത്രമാണ് പണിപ്പുരയിൽ കയറാനുള്ള അവസരമുണ്ടായിരിക്കുന്നത്. ബസർ ടു ബസർ പണിപ്പുരയിൽ കയറി ഈ വസ്ത്രങ്ങളും സാധനങ്ങളും എടുത്തിട്ട് തിരിച്ച് വസ്ത്രങ്ങൾ അണിയിച്ചതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രങ്ങൾ അണിയിച്ചത് ഏത് ടീമാണെന്ന് വിധികർത്താക്കൾ 3 പേരും ചേർന്ന് വിജയിച്ച ടീം ഏതാണെന്ന് പ്രഖ്യാപിക്കുക. 30 സെക്കൻഡിനുള്ളിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. ഈ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലൈവിൽ ഭയങ്കര ബഹളമാണ് 3 ടീമുകളും തമ്മിൽ. തുടർന്ന് ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ ടീമിൻ്റെ സ്റ്റാൻഡിൻ്റെ ബാക്കിൽ വന്ന് നിൽക്കേണ്ടതാണെന്നും പറഞ്ഞ്. ടീം തെക്കേടത്ത് നിന്നും ആര്യനാണ് പണിപ്പുരയിലേക്ക് പോയത്. ടീം വടക്കേക്കരയിൽ നിന്നും പോയത് ടീമിൻ്റെ അഭിമാനമായ നെവിനാണെന്ന് അനീഷാണ് പറഞ്ഞത് ബിഗ് ബോസിനോട്. മൂത്തേടത്ത് നിന്നും ആരാ പോകുന്നതെന്ന് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ രേണുസുതിയാണ് പറയുന്നത് ഞങ്ങളുടെ മൂത്തേടത്തിൻ്റെ മുത്ത് ആദിലയെന്ന്. അങ്ങനെ ആദിലയും നിവിനും ആര്യനും കൂടിയാണ് പണിപ്പുരയിലേക്ക് പോയത്. ബസർ അടിച്ച ഉടനെ ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടെ ലൈവിൽ ഭയങ്കരമായ ബഹളമായിരുന്നു. ഇതിൻ്റെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ 3 ടീമുകളിൽ നിന്നും ഭയങ്കരമായ ഒച്ചപ്പാടും ബഹളവുമാണ് വന്നുകൊണ്ടിരുന്നത്. വിധികർത്താക്കളായി നിന്നത് അനീഷും ശൈത്യയും രേണുസുതിയുമായിരുന്നു. വിധികർത്താക്കൾ ഓരോ ടീമിൻ്റെ അടുത്ത് നിന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം വിധി പ്രഖ്യാപനം നടത്തുക എന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു. അനീഷാണ് വിധി പ്രഖ്യാപിച്ചത്. അനീഷ് ബിഗ് ബോസിനോടായി പറയുന്നുണ്ട്, ബിഗ് ബോസ് ഈ 3 ടീമുകളും നല്ലതുപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. 2 ടീമുകളുടെ എഫേർട്ട് ഫൈനൽ എത്താനുള്ള ഒരു ഇതായിട്ട് കാണുന്നില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടും തെക്കേടം ടീം എല്ലാ പ്രതിമകൾക്കും അതിൻ്റെ വസ്ത്രങ്ങൾ ഉടുപ്പിക്കുകയും ബസർ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ഏക മനസ്സായി തെക്കേടത്തിനെ വിജയികളായി പ്രഖ്യാപിക്കുന്നുവെന്ന് അനീഷാണ് പറഞ്ഞത്. വിധി പ്രഖ്യാപനത്തെ തുടർന്ന് തെക്കേടത്തിൻ്റെ വക ഒരു ഡാൻസും ബഹളവും ആർപ്പുവിളിയും ഒക്കെ ആയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.